ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താ, ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പനയിൽ പറഞ്ഞിട്ടുള്ള കണക്ക് എനിക്കങ്ങനെ ആദ്യത്തെ യൂട്യൂബിൻ്റെ ഏൺസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഏൺസ് മേടിക്കാമെന്നോ അല്ലെങ്കിൽ ചാനൽ ഇത്രയൊക്കെ ആകുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല ചാനൽ തുടങ്ങിയത്. വെറുതെ തുടങ്ങിയതാണ്. ഒരു നേരം പോക്കിന് വേണ്ടി മാത്രം ഞാൻ ആദ്യം തുടങ്ങിയത്. മോനാണെങ്കിൽ മദ്രസയിലും സ്കൂളിലും ഒക്കെ നല്ല രീതിയിൽ പാട്ട് പാടുമായിരുന്നു. മാപ്പിളപ്പാട്ടാണ് കൂടുതലും അവന് പാടുന്നത്. അപ്പോൾ അതൊക്കെ പാടുമ്പം അവിടെ ഉസ്താദുമാർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അവന് നിറയെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ചാനൽ തുടങ്ങി അതിനകത്തിൽ അവൻ്റെ പാട്ടൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാലോ എന്തോന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പാട്ടിനോട് മാപ്പിളപ്പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടവുമാണ്. ഞാനത് ഇപ്പോഴും ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. അങ്ങനെ മദ്രസയിലേക്ക് പാടിയൊരു പാട്ട് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതൊന്ന് യൂട്യൂബിൽ ഇട്ടാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ട് പാട്ടും കൂടെ അവൻ പാടി. പിന്നെ അതിന് ശേഷം പിന്നെ അവനെ പാട്ട് പാടാൻ എനിക്ക് കിട്ടാതായി. പിന്നെ അവനെ കാത്തിരിക്കണം. അപ്പം പിന്നെ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കിനും ടൈം കിട്ടാറായി. പിന്നെ അത് പിന്നെ മോള് പറഞ്ഞെന്നാൽ കുക്കിംഗ് ചാനലാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുക്കിംഗ് ചാനലാക്കി. അവൾ തന്നെ വീഡിയോ എടുത്ത് തരുന്നതും ഇപ്പോഴും അവൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവളെടുത്താൽ മാത്രമേ എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഞാൻ തനിച്ചെടുക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഉഷാറ് തോന്നത്തില്ല. വലിയ ചാനലൊന്നുമല്ല, എന്നാലും ചെറിയൊരു ചാനലാണ്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വരുമാന മാർഗം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയാൽ അത്രയും ഒരു സഹായം ആകുമല്ലോ നമ്മുടെ മക്കളുടെ കാര്യത്തിന്. മക്കൾക്കൊരു മിഠായി മേടിച്ചു കൊടുക്കാനായാലും ഒരു ഒരു ഹെൽപ്പാകുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് പിന്നെ ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ലൈവൊക്കെ ഇട്ടു. ലൈവിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. മോണിയാക്കി തന്നു. ഞാനൊന്ന് ഡൗൺ ആയാലും എന്നെ പിടിച്ചു നിർത്തുന്ന കുറച്ച് നല്ല സ്നേഹനിധികളായ കുറച്ച് കൂട്ടുകാരുണ്ട്. അവരൊക്കെ എനിക്ക് കൂടെ എത്ര രാത്രിയിൽ ഞാൻ ലൈവ് ഇട്ടാലും എൻ്റെ കൂടെ തന്നെ, ഞാൻ നിർത്തുന്നത് വരെയും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇന്നും അവരെൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്ര സ്നേഹം ഉള്ള ആൾക്കാരാണ്. പിന്നെ അതിനൊക്കെ ഉപരി എൻ്റെ ഇക്കയാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നത്. ഞാനൊന്ന് ഡൗൺ ആയാലും കുഴപ്പമില്ല, ചാനലിൽ നീ നല്ല രീതിയിൽ കൊണ്ടുപോ, എവിടെ വീഡിയോ എടുക്കണമെങ്കിലും എന്നെ കൊണ്ടുപോകാൻ ആൾ തയ്യാറാണ്. അതേപോലെ വ്യൂസൊക്കെ കുറയുമ്പോൾ ഞാൻ നല്ല വിഷമമായിരിക്കും. അപ്പോൾ എന്നോട് പറയും കുഴപ്പമില്ല, അതൊക്കെ കയറും, നീ വീഡിയോ ഇട് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു സമാധാനം തരുന്നത് എൻ്റെ ഇക്കയാണ്. എൻ്റെ ഇക്ക ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലൊക്കെ നിർത്തിപ്പോകും. അതാണ്. അപ്പോൾ അങ്ങനെ ഞാനും മോളും കൂടാണ് കേട്ടോ പൈസ എടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബാങ്ക്. അപ്പം ഞാൻ SBIയിലേക്കാണ് പോണത്. അപ്പം നമ്മൾ ഇത് ഡോളറായി കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ഡോളറായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അതിൽ സ്വിഫ്റ്റ് കോഡ് നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങിക്കണം. നമ്മൾ ഏത് അക്കൗണ്ട്, എവിടെയാണ് അക്കൗണ്ട് ഉള്ളത് ആ ഒരു ബാങ്കിൻ്റെ ഒരു സ്വിഫ്റ്റ് കോഡ് നമ്മൾ വാങ്ങി വേണം അത് കൊടുത്താലേ നമ്മുടെ ഏൺസ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയുള്ളൂ. അങ്ങനെ ബാങ്കിലൊക്കെ പോയി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാഷാ അല്ലാഹ് ആദ്യത്തെ യൂട്യൂബിൻ്റെ പൈസ ഡോളറ് ഞാനങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു നിമിഷം നമുക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആദ്യമായിട്ട് നമ്മൾ ജോലി ചെയ്തൊരു തുക നമ്മുടെ കയ്യിൽ, ഒരു 10 രൂപ നമ്മൾ കയ്യിൽ കിട്ടുമ്പം അതിനെന്തുമാത്രം
ഒരു സന്തോഷവും ഒരു അഭിമാനവും ഉള്ളതാണ്. ആ ഒരു നിമിഷമാണ് കേട്ടോ എനിക്ക് ഈ ഒരു പൈസ കയ്യിൽ കിട്ടിയത്. അപ്പം കിട്ടി ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ഇക്കയുടെ കയ്യിലാണ് ഞാൻ ആദ്യം ആ പൈസ കൊടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയൊരു നിമിഷമാണ്. എനിക്ക് ഇതിനു വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ മോണി ആയ കാലം മുതൽ മെമ്പർഷിപ്പായിട്ടും സൂപ്പർ ചാറ്റായിട്ടും ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തതും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവർക്കും എന്നും എൻ്റെ ഒരു സ്നേഹം ഉണ്ടാവും. ആരെയും ഞാൻ മറക്കയില്ല. എനിക്ക് ഇങ്ങോട്ട് സ്നേഹം തന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും മറക്കില്ല. കുറ്റം പറഞ്ഞവരും ഉണ്ട് ഇതിനിടയിൽ. അതൊന്നും സാരമില്ല. ഏതൊരു കാര്യത്തിനും കുറ്റങ്ങളും കൂടെ കേട്ടാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു വാശി വെച്ച് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ നമുക്കൊരു വിജയം ഉണ്ടാകുമെന്ന് ഈ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. ഇതെല്ലാം ഏത് കാര്യം കൊണ്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയാൽ അത് കിട്ടിയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇതേപോലെ എനിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകണം. സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബോറടിച്ചെങ്കിൽ സോറി കേട്ടോ. എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണുക. ഇതുപോലെ എല്ലാവർക്കും പേയ്മെൻറ്റൊക്കെ കിട്ടട്ടെ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹം മാത്രം.